അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു കാഴ്ചയ്ക്കായിരുന്നു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മദീന നഗരം സാക്ഷിയായി മാറിയത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിന് കാരുണ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന നഗരിയുടെ ആ മദീന പള്ളിയുടെ മുകളിൽ വെച്ചുകൊണ്ട് വളരെയധികം അപൂർവമായ ഒരു കാഴ്ചയ്ക്കായിരുന്നു അവിടെയുള്ള ആളുകൾ സാക്ഷിയായി മാറിയത്. ആ കാഴ്ചകൾ ഒരുപക്ഷെ മദീന നഗരിയിൽ ഇതിനു മുമ്പും കണ്ടിട്ടേയില്ല. വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച. അതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. 2025 സെപ്റ്റംബർ 11 അതിരാവിലെ 5:43 സമയമെടുത്തുകൊണ്ടാണ് ആ ഒരു ഭയാനകമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായത്. മദീന നഗരിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലൂടെ ഒരു മിസൈൽ ഇങ്ങനെ വരുന്നൊരു കാഴ്ച. മിസൈൽ ഒരു തീഗോളമായി വരികയാണ്, ആ മിസൈലിനെ തകർക്കുകയാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഘോരമായ ശബ്ദം, ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് മദീന പള്ളിയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് നോക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം. خوفتهم منين؟ നോക്ക്, ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോകൾ. ഇതിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും, ഒരു മിസൈൽ ഇങ്ങനെ വരുന്നുണ്ട്, അതിനുശേഷം ആ മിസൈലിനെ തകർക്കുന്നു. അതിനുശേഷം അതൊരു വലിയൊരു ഘോര ശബ്ദമായിക്കൊണ്ട് അതവിടെ നിൽക്കുന്ന ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതൊക്കെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ഫലസ്തീൻ ജനതയെ വലിയ രീതിയിൽ ഒരു നരനായാട്ട് ഇസ്രായേൽ ഭരണകൂടം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന രാഷ്ട്രങ്ങളെയും അവർ ശക്തമായി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലാണ് ഇസ്രായേൽ ഗസ, ലെബനൻ, സിറിയ, ടുണീഷ്യ, യമൻ എന്നീ രാജ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളി നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് ഏറ്റവും കൂടുതലും ശാന്തതയും സമാധാനവും വളരെയധികം പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രദേശമാണ് മദീന നഗരി എന്ന് പറയുന്നത്. അവിടെ അടങ്ങിയിരിക്കുന്നതാകട്ടെ ലോകത്തിൻ്റെ നായകനായ ലോക മുസ്ലിമീങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മദീന പള്ളിയുടെ മുകളിലാണ് ഇത്തരത്തിലൊരു മിസൈൽ വരുന്ന അല്ലെങ്കിൽ മിസൈൽ കടന്നു പോകുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കുന്നത്. നോക്കിയൊരു കാഴ്ചയിൽ നിന്നും ഒരു മിസൈലിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ആ പ്രതിരോധത്തിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ മദീന പള്ളിക്കോ അല്ലെങ്കിൽ മദീന പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരു മനുഷ്യർക്കും ഒരു കേടുപാട് പോലും, ഒരു പരിക്ക് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്കിയൊരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിനെ അത്രത്തോളം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ നായകൻ അന്തിയുറങ്ങുന്ന മദീന പള്ളിയുടെ മുകളിലൂടെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അത് ലോകത്തുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിജനകമായ ഒരു വാർത്തയാണ്. ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ആ ഒരു മിസൈൽ വന്നത്, മിസൈൽ ടാർഗറ്റ് ചെയ്തത് അത് മദീന പള്ളിയല്ല. എന്നാൽ നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഗസയിലെ പിഞ്ചോമന മക്കളെയും സ്ത്രീകളെയും നിരപരാധികളായ നിരായുധരായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായിക്കൊണ്ട് ചില രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അത്തരത്തിൽ ഗസയ്ക്ക് വേണ്ടി ഇസ്രായേലിനെതിരെ ഹൂതികൾ രംഗത്ത് വരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പല സമയങ്ങളിലായ ഹൂതികൾ ഇസ്രായേലിനെതിരെ ശക്തമായി ആക്രമണം നടത്തുന്ന വാർത്തകളും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയുടെ അടുത്ത പ്രദേശമാണ് യമൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ അവർ കാലാകാലങ്ങളായി ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അതിൽ പല മിസൈലുകളും കടന്നു പോകുന്നത് സൗദി അറേബ്യയുടെ മുകളിലൂടെയാണ്. അത്തരത്തിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകൾ അത് തകരുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിച്ചത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സൗദി അറേബ്യ തന്നെയാണ് ഈ ഒരു മിസൈലിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂതികൾ തൊടുത്തുവിട്ട ആ മിസൈലിനെ അത് സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കുകയാണ്
അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗസയിൽ പതിറ്റാണ്ടുകളായി അവിടെയുള്ള ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും ഒരു പരിധിയില്ല, അല്ലെങ്കിൽ ഒരു കണക്കില്ല എന്ന് പറയേണ്ടി വരും. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ദിനംപ്രതി ഫലസ്തീനിലും ഗസയിലുമൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ അത് നമ്മളെ വല്ലാതെ കണ്ണീരടിപ്പിക്കുന്ന കാഴ്ചകളാണ്. എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ആ പാവം ജനത നെട്ടോട്ടമോടുകയാണ്. ജീവിക്കാൻ വേണ്ടി, ഭക്ഷിക്കാൻ വേണ്ടി, വിശപ്പ് കൊണ്ട്, കിടക്കാൻ കിടപ്പാടത്തിന് വേണ്ടി, കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി അവർ പ്രയാസം അനുഭവിക്കുന്നു. പക്ഷേ ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും പല അറേബ്യൻ ഭരണാധികാരികളും ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണത്തലവന്മാരും അത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവർ ഇരിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുത്തുവിടുന്ന മിസൈലുകളെ അത് സൗദി അറേബ്യ തന്നെ അവിടെ വെച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ്. അത് മദീനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന മിസൈലല്ല, നേരെ മറിച്ച് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന മിസൈലാണ്. ഫലസ്തീനിലെയും ഗസയിലെയും ജനങ്ങളെ നിഷ്കരണം കൊന്നൊടുക്കുന്ന ഇസ്രായേലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളെ, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇടങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പുകളുണ്ട്. ഇവിടെ നോക്ക്, അമേരിക്കയ്ക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഖത്തർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായി. ആ ഖത്തറിൽ തന്നെ അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. അതായത് യുദ്ധവിമാനങ്ങളും മറ്റുമെല്ലാം സജ്ജീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഖത്തറിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ ഖത്തറിനെ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതാകട്ടെ അമേരിക്കയാണ്. ഇവിടെയാണ് ഇവന്മാരുടെ നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ അമേരിക്ക ഇത്തരത്തിൽ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ പല ഭരണത്തലവന്മാരും ഭരണാധികാരികളും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് ഖത്തറിലാണ് ഒരു ആക്രമണം ഉണ്ടായത് എങ്കിൽ നാളൊരു പക്ഷേ അത് മറ്റൊരു രാഷ്ട്രത്തായിരിക്കാം. UAE-യിലായിരിക്കാം, ബഹ്റൈനിലായിരിക്കാം, കുവൈറ്റിലായിരിക്കാം, സൗദി അറേബ്യയിലായിരിക്കാം. അങ്ങനെ ഏതു രാഷ്ട്രത്തിലും വേണമെങ്കിലും ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കാം. നോക്കൂ, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണത്തലവന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ, ഒരുമിച്ച് ഒറ്റക്കെട്ടായി വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളതല്ല. പക്ഷെ അവർ മിണ്ടുന്നില്ല, അവർ ശക്തമായി പ്രതിഷേധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നത് പോലെ അടികൊള്ളുന്നതും നഷ്ടപ്പെടുന്നതും തങ്ങൾക്കല്ലല്ലോ, ഗസയിലെ ജനതയ്ക്കല്ലേ, ഫലസ്തീനികൾക്കല്ലേ. തങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന മട്ടിലാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ പല ഭരണാധികാരികളും. പക്ഷേ നാളെ തൻ്റെ മുന്നിലും വന്ന് മിസൈൽ വന്ന് വീഴും. അപ്പോഴേ അതിൻ്റെ സങ്കടം, അതിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഫലസ്തീൻ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മുത്തുനബി തങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.